ഓം ശാന്തി. ഗുഡ് മോർണിംഗ്. ചില ആളുകൾ സദാ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. സദാ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു വാക്ക് പറയുകയാണ്. കാന്തത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാന്തത്തിൻ്റെ ഒരു വിശേഷതയാണ്, കാന്തം എവിടെയുണ്ടെങ്കിലും അതിൻ്റെ സമീപത്ത് ഒരു പച്ചരിമ്പ് വെച്ചാൽ അത് അതിലേക്ക് ആകർഷിക്കപ്പെടും. പച്ചരിമ്പിൻ്റെ അരികിൽ കാന്തം വെച്ചാലും അത് അതിലേക്ക് ആകർഷിക്കപ്പെടും. കാരണം അവയുടെ സ്വഭാവം അങ്ങനെയാണ്. അവരുടെ സ്വഭാവം അനുസരിച്ചാണ് അവർ പരസ്പരം ആകർഷിക്കപ്പെടുന്നത്. വിതച്ചത് കൊയ്യും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ ഉള്ളിലും ഒരു കാന്തമുണ്ട്. ആ കാന്തമാണ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒഴുകുന്ന നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങളുടെ വിചാരങ്ങൾ. ഏതുതരം വിചാരങ്ങളാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, അതേ സ്വഭാവത്തിലുള്ള വിചാരങ്ങൾ, അതേ ഫീലിംഗ്, ആ ഫീലിങ്ങിൻ്റെ അതേ സെയിം സ്വഭാവമുള്ള ഫീലിംഗ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അനുഭവിക്കണം, അഥവാ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സങ്കടം തന്നെ നമ്മളിലേക്ക് ഒഴുകിയെത്തുകയാണ്. മഴ പെയ്യുമ്പോൾ മഴവെള്ളം വാഴയിലയിലും വീഴും, മുത്തുച്ചിപ്പിയുടെ വായിലും വീഴും, പാമ്പിൻ്റെ വായിലും വീഴും. വാഴയിലയിൽ വീണ മഴത്തുള്ളി അല്പസമയത്തേക്ക് കാണാൻ ഭംഗിയുള്ള ഒരു വെള്ളത്തിൻ്റെ മുത്തുപോലെ നമുക്ക് കാണാം. മുത്തുച്ചിപ്പിയുടെ വായയിൽ വീഴുന്ന ആ വെള്ളം കുറച്ച് കഴിയുമ്പോൾ മുത്തായി മാറും. വിഷപ്പാമ്പിൻ്റെ വായില വീണെങ്കിലോ വിഷമായി തീരും. മൂലം നോക്കിയാൽ എല്ലാതും വെള്ളം തന്നെ. പക്ഷേ അത് സ്വീകരിച്ചവരുടെ സ്വഭാവം എന്താണോ അതനുസരിച്ച് അതിൻ്റെ സ്വഭാവം മാറുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സുഖം വേണോ ദുഃഖം വേണോ എന്നൊക്കെ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന നിങ്ങളുടെ വിചാരങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ആധാരത്തിലാണ്. നമുക്ക് വേണമെങ്കിൽ സാഹചര്യങ്ങളെ സങ്കടപ്പെട്ട് വിഷമിച്ച് നമുക്ക് ഭഗവാൻ സമ്മാനമായി തന്ന ഈ ശരീരത്തിനെ കേടുവരുത്തി ഇറിറ്റേഷൻ വന്ന് ദേഷ്യം വന്ന് ചുറ്റുപാടുള്ള സാഹചര്യങ്ങളും സംബന്ധങ്ങളും മോശമാക്കി ജീവിതത്തെ നരകതുല്യമാക്കി മാറ്റാം. അതേ സാഹചര്യം തന്നെ, സാഹചര്യങ്ങൾ സത്യം തന്നെ ആയിരിക്കാം, പക്ഷേ സാഹചര്യങ്ങളല്ല നിങ്ങളെ ദുഃഖിപ്പിക്കുന്നത്. സാഹചര്യങ്ങളെ നിങ്ങളെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സ്വീകരിക്കുന്നത് അതിനെ നെഗറ്റീവായിട്ടാണ്. ആ നെഗറ്റീവായി സ്വീകരിക്കുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കും. കാലങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന സമയം മനസ്സ് വേദനിക്കും, സങ്കടപ്പെടും, ശരീരം രോഗിയായി മാറും, വാക്കുകൾ പരുഷമായി തീരും, ജീവിതം ദുസ്സഹായി തീരും. അതുകൊണ്ട് സാഹചര്യങ്ങളെ പഴിചാരാതെ സ്വയം അവനവനെ ശ്രദ്ധിക്കൂ. അവനവൻ്റെ ഉള്ളിൽ പോസിറ്റീവ് സങ്കല്പങ്ങളെ നിറയ്ക്കൂ. മനസ്സിനെ ശക്തിശാലിയാക്കൂ. ഇന്നലകളെ മറക്കൂ. പരാതി പറയാതെ, ആരെയും പഴിചാരാതെ, നാളെക്കുറിച്ച് ആദിപ്പെടാതെ സങ്കടത്തിന് ഡൈവേഴ്സ് ചെയ്യൂ. ഈ നിമിഷം ഈശ്വരൻ്റെ കൂടെ സന്തോഷത്തോടു കൂടി ചെലവഴിച്ചാൽ ഇന്നലകളിലെ വേദനകളും ഇല്ലാതാകും, നാളെയിൽ വരാനിരിക്കുന്ന ആദികളും ഇല്ലാതാകും. പക്ഷേ വർത്തമാനത്തിലുള്ള ഈ നിമിഷം അവിടെ നിങ്ങൾ സങ്കടപ്പെടരുത്. സങ്കടപ്പെടുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ സങ്കടപ്പെടുന്നതിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് സദാ സങ്കടത്തിനെ, കാരണം സങ്കടത്തിൻ്റെ സ്വഭാവം അതിൻ്റെ അതേ ഗ്രൂപ്പിലുള്ള ആളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വഭാവമുള്ള അതേ സിറ്റുവേഷൻസ് ഇനിയും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സങ്കടപ്പെടാതെ ഇന്നലകളെ മറക്കൂ, നാളുകളെക്കുറിച്ച് ആദിപ്പെടാതിരിക്കൂ. ഇന്ന് ഈ നിമിഷം ഭഗവാൻ എനിക്ക് തന്ന സമ്മാനമാണ്. സന്തോഷത്തോടു കൂടി പോസിറ്റീവായി കൊണ്ട് ജീവിക്കൂ. ജീവിതമെന്നും സന്തോഷം നിറഞ്ഞതായിരിക്കും. ഓം ശാന്തി.